ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ആവി പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പത്തിരിയാണ്. ഇത് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള പത്തിരി തന്നെയാണ്. ഈ റെസിപ്പിയുടെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്കിഷ്ടമായി. പിന്നെ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപോലത്തെ പത്തിരി തന്നെ കഴിക്കണമായിട്ട് ഒരു വ്യത്യസ്ത രീതിയിലുള്ള പത്തിരിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമുക്ക് ആദ്യം അരി വെള്ളത്തിടാം. ഇതിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം അളവിൽ തന്നെ ജീരകശാല അരി, നെയ്ച്ചോറിൻ്റെ ഏത് അരി വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ ഒരു 3 ടീസ്പൂണ് നമ്മുടെ സാധാരണ പുഴുങ്ങല്ലരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുക്കണം. ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇപ്പം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരക്കണാട്ടി മുന്നേ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണ്. ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി ജാറിലോട്ട് നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 4 ചെറിയുള്ളി, 2 പീസ് ഇഞ്ചി, 2 പീസ് കറുവപ്പട്ട, 2 പീസ് ഏലക്ക, 2 പീസ് കറുവാമ്പൂ. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതാണ്. മിക്സി ജാറിൽ കഴുകിയിട്ട് ഞാൻ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു കപ്പ് ഒഴിച്ച് കൊടുത്ത് 2 കപ്പ് ആണ് ഇതിലേക്ക് കണക്ക്. നല്ല ലൂസ് പരുവത്തിൽ വേണം ഈ ബാറ്ററി ഇരിക്കാൻ. നമ്മൾ നീർദോശമൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ ഒരു ലൂസ് വേണം മാവ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് പത്തിരി ഇപ്പം തന്നെ ആവിയിൽ ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ആവി കയറ്റുന്ന പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ള വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഞാൻ ഇതേപോലത്തെ 2 പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് കഴിയേ. അപ്പോൾ ഞാനിവിടെ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്ന പാത്രത്തിൽ നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് നന്നായി അടി കലക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാത്രം ഏതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ചെറിയ ചോറ്റും പാത്രം ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. പിന്നെ ചെറിയൊരു കിണ്ണം പോലത്തെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിപ്പോൾ കുറച്ച് വലുതായിരിക്കണം, എന്നാലും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 4 പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒരു അരിപ്പ പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലും അടിയിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ആവി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിയും നമ്മുടെ പത്തിരി ചുടൽ. ഇത് അധികം നേരമൊന്നും വേണ്ട ആയി വരാൻ. 1 മിനിറ്റ് മതിയാവും കേട്ടോ ഇത് വെന്ത് വരാൻ. അപ്പോൾ ഞാനൊരു 4 പാത്രത്തിലാക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ കയ്യുമൊന്നും ഒട്ടി പിടിക്കണില്ല.
അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കുന്നുണ്ട്. ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവെക്കുകയാണ്. ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അടുത്തത് നമ്മൾ ഒഴിച്ച് വെക്കുമ്പോഴത്തേനും നമുക്കത് എടുക്കാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നേരത്തെ ചൂടാറാൻ വെച്ച പത്തിരി ഇപ്പോൾ ചൂടാറിയിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. എടുക്കണ വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത പത്തിരി എടുക്കണത് കാണിക്കാട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ. പിന്നെ ഞാനിവിടെ ചോറ്റും പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് അതേ പത്തിരിയുടെ വലിപ്പത്തിൽ തന്നെ കിട്ടും. മറ്റത് കുറച്ച് വലിപ്പം കൂടും. ഇപ്പം നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള പത്തിരി ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാച്ചിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ. സൈഡിൽ നിന്നൊന്നും ഇങ്ങനെ അടർത്തി വരുമ്പോൾ തന്നെ നമുക്കത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. ഇപ്പോൾ ചോറ്റും പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള പത്തിരി ഇതാ നല്ല വിട്ട് വന്നിട്ടുണ്ട് ചൂടാറിയിട്ട്. നമുക്കിത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഒരു മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ആവി കയറ്റാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇതായി കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പത്തിരിയുടെ മുകളിൽ നെയ്യൊന്ന് കുറച്ച് പുരട്ടി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മളുടെ പത്തിരിയിൽ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പത്തിരി. കണ്ട പെട്ടെന്ന് കിട്ടും ചെയ്യും. നമുക്ക് പാത്രത്തിൽ നിന്നൊന്നും അധികം ബുദ്ധിമുട്ട് കൂടാണ്ട് തന്നെ കിട്ടും. കുറച്ച് ചെറിയ പാത്രമാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ പത്തിരിയുടെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ കുറച്ച് വലിപ്പം കൂടി. ഇപ്പം നെയ്യ് പുരട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പാച്ചിലേറ്റ് വെറുതെ ഒന്നിങ്ങനെ പത്തിരിയുടെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നെയ്യ് വരുന്നുണ്ട്. നമ്മൾ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ടല്ലോ അടിയിൽ. അപ്പോൾ പെട്ടെന്ന് കിട്ടണമുണ്ട് കേട്ടോ. ഇതേപോലെ സൈഡിൽ നിന്നൊന്നും അങ്ങോട്ട് വിടിയിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ അവസാനത്തെ പത്തിരിയാണിത്. അത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പത്തിരിയും ചുട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇത് കുറേ നേരം പിടിക്കുന്നൊക്കെ ഉള്ളതൊന്നുമില്ല. പെട്ടെന്ന് ഈ 2 പാത്രത്തിൽ സ്റ്റീം ചെയ്യാൻ വെച്ച കാരണം ഉണ്ട് പെട്ടെന്ന് കഴിഞ്ഞ്. അപ്പോൾ ഒരു പാത്രം തന്നെ ഉള്ളത് വെച്ചെങ്കിലും നമുക്ക് 2 പാത്രത്തിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന നേരം മറ്റത് ചൂടാറാൻ വെക്കുക. അങ്ങനെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഗ്രീൻ ചിക്കൻ കറിയും പിന്നെ ബീഫ് ഫ്രൈയുടെ കൂടെയാണ് സെർവ് ചെയ്യണത്. നമുക്കിത് ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് പത്തിരിക്ക്. എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമായി. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പത്തിരി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പത്തിരിയാണ്. എനിക്കിഷ്ടമായി. അപ്പോൾ എൻ്റെ മക്കൾക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.